ഇന്ന് മാർക്കറ്റിൽ ധാരാളം ടോയ്സ് അവൈലബിൾ ആണ്. കാണാൻ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ആയിരിക്കും. കുട്ടികൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഇതുപോലുള്ള ടോയ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, അവോയ്ഡ് ടോയ്സ് വിത്ത് സ്മോൾ പാർട്സ്. ഇതുപോലുള്ള ചെറിയ ടോയ്സ് വാങ്ങുമ്പോൾ ഇതിന്റെ സ്ക്രൂസ്, നെറ്റ്സ്, ബോൾട്ട്, അതുപോലെ ബീഡ്സ് ഇതൊക്കെ കുട്ടികൾക്ക് വിഴുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ടോയ്സ് കഴിവതും ചെറിയ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കുക. അവോയ്ഡ് മാഗ്നറ്റിക് ടോയ്സ്. ഇതുപോലുള്ള മാഗ്നറ്റ് വെച്ചുള്ള ടോയ്സ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവരത് വിഴുങ്ങിപ്പോയിട്ട് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ബലൂൺസ്. ഇത് കോമൺ ആയിട്ട് ഇപ്പൊ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഷോപ്പുകാർ തന്നെ കളിക്കാൻ കൊടുക്കാൻ. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ ബലൂൺസ് കളിക്കാൻ കൊടുക്കരുത്. ഇത് ബേസ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ ചോക്കിംഗ് ഹസാർഡ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള സൗണ്ടുള്ള ടോയ്സുകൾ വാങ്ങുമ്പോൾ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. 90 ഡെസിബലിന് മേലെയുള്ള സൗണ്ട് കുട്ടികളുടെ കേൾവിശക്തിയെ ബാധിക്കും. ഇതുപോലുള്ള വാട്ടർ ബീഡ്സ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നതായി കാണാറുണ്ട്. വാട്ടർ ബീഡ്സ് വെള്ളത്തിലിടുമ്പോൾ വീർക്കാണ് ചെയ്യുക. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, പല പല കളർ ആയതുകൊണ്ട്. കുട്ടികൾക്ക് ചില പാരന്റ്സ് ഇത് കളിക്കാൻ കൊടുക്കാറുണ്ട്. ഇത് കളിക്കാൻ കൊടുക്കുമ്പോൾ കുട്ടികൾ വിഴുങ്ങിപ്പോയാൽ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും. നെക്സ്റ്റ്, ലൂസ് ഫെറി ടോയ്സ്. ലൂസ് ഫെറി ടോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലൂസ് ഫെറി ടോയ്സ്, അതായത് ടെഡി ബിയർ പോലുള്ള ടോയ്സിൽ പൊടി പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾ അത് ശ്വസിക്കാനും അത് വായിലിടുമ്പോഴും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. സേഫ് ടോയ്സ്, ഹാപ്പി കിഡ്സ്.